ഇത് മാസ് മോട്ടോഴ്സിൽ തന്നെ ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് ഒന്ന് ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ മാറുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്, ഓയിൽ ചേഞ്ചിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. ഓയിൽ ചേഞ്ചും അതേപോലെ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ എഞ്ചിൻ ഓയിൽ അയച്ചിട്ടുണ്ട് ഓയിൽ മാറ്റാനായിട്ട്. മിസ്സിങ് കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കാർബറേറ്റർ യൂണിറ്റിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്തു. പ്രത്യക്ഷത്തിൽ നമുക്ക് അതിനകത്ത് നോക്കുമ്പോൾ പറയത്തക്ക കംപ്ലയിൻസും ഒന്നും തന്നെ കാണുന്നില്ല. അപ്പോൾ ശരിക്കും ഒന്ന് കാർബറേറ്റർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക. ശരിക്കും പെട്രോൾ കിട്ടാത്തൊരു ഫീൽ പോലെയാണ് നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കുക. രണ്ട് രീതിയിൽ കംപ്ലയിൻറ്റ് കാണിക്കും. ഒന്ന് ഈ പെട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് വരും. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ ഇരിക്കുന്ന CD യൂണിറ്റിൻ്റെ പ്രോബ്ലം കൊണ്ടും ഈ മിസ്സിങ് കാണിക്കാറുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് ആദ്യം ഈ കാർബറേറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ആക്കാം. വീണ്ടും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഐറ്റം ഒന്ന് മാറ്റി നോക്കേണ്ടി വരും കേട്ടോ. ഏകദേശം നമുക്കത് 10,000-2000 രൂപ മുകളിൽ ചിലവ് തന്നെ കേസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിത്തെ ഭാഗം ക്ലിയർ ചെയ്ത് കൺഫേം ചെയ്തിട്ട് വേണം നമുക്കത് അഴിക്കാനായിട്ട്. പിന്നെ അത് കൂടാതെ ബാക്ക് സൈഡിൽ നിന്ന് നമുക്കൊരു സൗണ്ട് വേരിയേഷൻ ഉണ്ടായിരുന്നു. അത് നമുക്ക് ഈ ബാക്കിലേക്ക് വരുന്ന സസ്പെൻഷൻ്റെ ബോൾട്ടൊക്കെ ചെറുതായിട്ട് ലൂസായിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് അങ്ങടേക്കുള്ള ബോൾട്ടുകൾ. അപ്പോൾ ഗട്ടറൊക്കെ ചാടുമ്പോൾ നമുക്ക് ഈ സൈലൻസറിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഷെയ്ക്കിങ് വരുമ്പോൾ തന്നെ സൗണ്ട് ആയിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയിനൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് ബ്രേക്കിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് CDI നമ്മൾ അതിനകത്ത് കൂട്ടിട്ടില്ല. ബാക്കിയത്തെ നമുക്ക് കാർബറേറ്റർ ക്ലീനർ അടക്കമുള്ള ഒരു ഐറ്റം വെച്ചിട്ട് നമുക്കൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാമേ. അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം. അതിനുശേഷം ഓടിച്ച് നോക്കാം. വീണ്ടും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാനുള്ളത് CDI ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു എസ്റ്റിമേറ്റ് പറയാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.